നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കമ്മീഷൻ ഏർപ്പാടുള്ള സംസ്ഥാനമല്ല കേരളം, ആരുടെ മുന്നിലും തലയുയർത്തി നിൽക്കാൻ കഴിയും മുഖ്യമന്ത്രി. ചരിവുള്ള സ്ഥലത്ത് മണ്ണ് ഇടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി കെട്ടി. ചിന്നക്കനാലിൽ ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് മാത്യു കുഴൽനാടൻ. നിയമം നടപ്പാക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു. വിമർശനവുമായി വി.ഡി. സതീശൻ. APPയുടെ മരണം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണം. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. വാർത്തകൾ വിശദമായി. ഒരു തരത്തിലുമുള്ള കമ്മീഷൻ ഏർപ്പാടുമില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ആരെങ്കിലും മനസമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ തകരില്ല എന്നും, കുറ്റം ചെയ്താൽ മാത്രമേ മനസമാധാനം തകരുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുകയാണ് ലക്ഷ്യം. അഴിമതിയുടെ കാര്യത്തിൽ ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഇത് പറയാനാകുന്നത്. ഒരു തരത്തിലുമുള്ള കമ്മീഷന്റെയും ഏർപ്പാടുള്ള സംസ്ഥാനമല്ല കേരളം. മറ്റുള്ളവർക്കും അതുപോലെ പറയാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പണത്തിനു പിന്നാലെ പോകാനുള്ള ത്വര ഉണ്ടാകരുത്. പണത്തിനു പിന്നാലെ പോയാൽ മനസമാധാനം നശിക്കും. തെറ്റ് ചെയ്യാതിരുന്നാൽ ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല. കുറ്റം ചെയ്യുമ്പോഴാണ് മനസമാധാനം നഷ്ടമാകുന്നതെന്നും, കുറ്റം ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മനസമാധാനത്തെ തകർക്കാൻ പുറത്തു നിന്നുള്ള ആർക്കും കഴിയില്ല. തല ഉയർത്തി നിൽക്കാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ചിന്നക്കനാലിൽ ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് മാത്യു കുഴൽനാടൻ. സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിൽ കൂടുതൽ 1 ഇഞ്ച് സ്ഥലം പോലും കൈവശമില്ല. സ്ഥലത്തിന് മതിൽ കെട്ടിയത് അടിസ്ഥാനരഹിതമെന്ന് മാത്യു കുഴൽനാടൻ. ചെരിവുള്ള സ്ഥലത്ത് മണ്ണ് ഇടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി കെട്ടി. നേരത്തെയുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തി. 50 ഏക്കർ സ്ഥലം പിടിച്ചെടുത്താലും പിന്നോട്ടില്ല. സുഹൃത്തിന്റെ പക്കൽ നിന്നാണ് സ്ഥലം വാങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന സമയത്താണ് സ്ഥലം വാങ്ങിയത്. സ്ഥലം അളക്കേണ്ടതില്ല എന്ന് തോന്നിയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറമ്പോക്ക് ഏറ്റെടുക്കാൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് വിമർശനവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയത്. കയ്യേറ്റം ചൂണ്ടിക്കാട്ടിയുള്ള ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വാങ്ങിയ ശേഷം കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കും. മാത്യു കുഴൽനാടൻ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടിയെന്ന് കണ്ടെത്തിയിരുന്നു. മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗം രംഗത്തെത്തിയിരുന്നു. പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ 50 സെന്റ് അധികം ഭൂമി മാത്യു കുഴൽനാടന്റെ പക്കലുണ്ട്. വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്. വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിൽ. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. നിയമം നടപ്പാക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നിൽക്കുന്ന ഗൺമാൻമാർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ നീതിക്കും ന്യായത്തിനും വിലയില്ല എന്ന പ്രഖ്യാപനം കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. കേസെടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടും പോലീസിന് മുന്നിൽ ഹാജരാകാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പാലക്കാട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധ നടപടികൾക്കും എതിരെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ പിന്നാലെയുണ്ടാകും. ഒരു കാരണവശാലും അവരെ വെറുതെ വിടില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അത്രയും ക്രൂരമായ ആക്രമണമാണ് നടത്തിയത്. നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തുടർഭരണം CPMനെ എത്രത്തോളം ദുഷിപ്പിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീതിന്യായം നടപ്പാക്കുന്നതിൽ ശ്രമിച്ച ഒരു വനിതാ APPക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. കൊല്ലം പറവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണം സർക്കാർ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും പരസ്യമായ അവഹേളനവും സഹിക്കാനാകാതെയാണ് അനീഷ ജീവൻ ഒടുക്കിയതെന്നും കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അനീഷ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങളിൽ ജോലിയിൽ നിന്ന് നേരിട്ടിരുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവധിയെടുത്ത് കേസുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ സഹപ്രവർത്തകർ നിർബന്ധിച്ചതെന്ന് ഗുരുതര ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു സംഘം പ്രോസിക്യൂഷൻ രംഗത്ത് ഉണ്ടെന്ന് അടിവരയിടുന്നതാണ് അനീഷയുടെ വെളിപ്പെടുത്തലുകളിൽ പലതും. അനീഷയോട് അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചതും കേസുകൾ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായോണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതു പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾ നീതി തേടി എത്തുന്ന ഭരണഘടനാപരമായ സംവിധാനമാണ് കോടതികൾ. എന്നാൽ നീതിക്കും ന്യായത്തിനും ഒരു പ്രസക്തിയും ഇല്ലാത്ത തരത്തിൽ നീതിന്യായ സംവിധാനത്തിന്റെയും കോടതികളുടെയും സത്യസന്ധമായ പ്രവർത്തനം രംഗത്തു വരണം.